ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പ്രതാപ് വർമ്മയുടെ വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങി നിൽക്കുന്ന പ്രിയയും ജയനയും ഒക്കെയാണ്. തുടർന്ന് രാധമ്മയോട് യാത്ര പറഞ്ഞ് അവരവിടെ നിന്നിറങ്ങുന്നതാണ് കാണിക്കുന്നത്. അതേസമയം വർമ്മയുടെ വീട്ടിലേക്ക് ആദ്യം എത്തിച്ചേരുന്നത് കൊച്ചമണിയായിരുന്നു. കൊച്ചമണിയെ കണ്ടയുടൻ തന്നെ ആരാണെന്ന് മനസ്സിലാകാതെ എല്ലാവരും നിൽക്കുമ്പോൾ രാജുവിനോട് പരിചയപ്പെടുത്തി കൊടുക്കാനായി പറയുകയാണ് കൊച്ചമണി. അങ്ങനെ രാജു കൊച്ചമണിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. തുടർന്ന് തന്റെ നാട്ടിലെ ഓണത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ അവരോട് പറയുകയാണ് കൊച്ചമ്മിണി. ഇവിടെയുള്ള എല്ലാത്തിന്റെയും കഴുത്തിലും കയ്യിലുമെല്ലാം നിറയെ സ്വർണമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നന്നായിട്ട് നോക്കുകയാണ് കൊച്ചമ്മിണി. തുടർന്ന് കൊച്ചമ്മിണി പറയുകയാണ്, രാജു, നീ എല്ലാവരെയും ഒന്ന് എനിക്ക് പരിചയപ്പെടുത്തി താ. അങ്ങനെ യാമിനെയും അപ്പുവിനെയും എല്ലാവരെയും തന്നെ കൊച്ചമ്മിണിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് രാജു. തുടർന്ന് ഋതിക പറയുകയാണ്, രാജു, പൂക്കളത്തിനുള്ള കളമെല്ലാം രാജു തന്നെ വരയ്ക്കണം. ശരി മേഡം എന്ന് രാജു പറയുമ്പോൾ കൊച്ചമണി അവരെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറയുകയാണ്, ഇവർ തമ്മിൽ നല്ല ചേർച്ചയാണല്ലോ. പിന്നീട് കാണിക്കുന്നത് കൊച്ചമണിയെ ഹാളിൽ കൊണ്ടിരുത്തിയതിനു ശേഷം വർമ്മയെ വിളിക്കാനായി പോകുന്ന രാജുവിനെയാണ്. അതേസമയം പ്രതാപ് വർമ്മ താഴേക്ക് വരികയാണ്. അവിടെ തന്നെ കാണാൻ വന്നവരോടെല്ലാം പ്രശ്നങ്ങൾ ചോദിച്ച് പരിഹാരം പറഞ്ഞു കൊടുത്തതിന് ശേഷം വർമ്മ കൊച്ചമണിയോട് പറയുകയാണ്, അമ്മയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞില്ല. അത് പിന്നെ ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചമണി പറയാൻ ആരംഭിക്കുമ്പോഴേക്കും കൊച്ചമണിക്കുള്ള ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് യാമിനി. അയ്യോ ഏട്ടാ, ഏട്ടൻ ആള് മാറിപ്പോയതാ. ഇത് രാജുവിന്റെ ചേച്ചിയുടെ മദറിൻലോയാണ്. അയ്യോ ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ലായിരുന്നെന്ന് വർമ്മ പറയുമ്പോ സാറിനെ അറിഞ്ഞിരിക്കണമെന്നും സാറിന്റെ അത്രയും ഇല്ലെങ്കിലും ഞാനും ഒരു പ്രശസ്ത തന്നെയാണെന്ന് കൊച്ചമണി പറയുന്നു. എന്റെ പേര് മുണ്ടക്കൽ കൊച്ചമണി എന്നാണ്. എന്തെങ്കിലും ഭരതനാട്യത്തിന്റെയോ അങ്ങനെ വല്ലോ ആളാണോ എന്ന് വർമ്മ ചോദിക്കുമ്പോ അല്ലെന്നും ഞാൻ കൈകൊട്ടിക്കളിയുടെ ആശാട്ടിയാണെന്നും പറഞ്ഞ് കൈകൊട്ടുകയാണ് കൊച്ചമണി. തുടർന്ന് വർമ്മയെ പുകഴ്ത്തുകയാണ് കൊച്ചമണി. 30 വയസ്സ് പോലും സാറിനെ കണ്ടിട്ട് തോന്നിക്കുന്നില്ലല്ലോ, എന്താ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? അപ്പോഴാണ് താഴേക്ക് ഇറങ്ങി വരുന്ന രാജു വർമ്മയും കൊച്ചമണിയും കൂടി ഒരുമിച്ചിരിക്കുന്നത് കാണുന്നത്. അയ്യോ, അളിയൻ്റെ അമ്മ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കും, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അതെ, അളിയൻ്റെ അമ്മയ്ക്ക് ഒരു ഫോൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് രാജു. അതേസമയമാണ് അങ്ങോട്ടേക്ക് അംബികയും ദീപക്കും കൂടി വരുന്നത്. ഇതെന്താ ഫാൻസി ഡ്രസ്സിന് വന്നിരിക്കുകയാണോ ഇവരെന്ന് കൊച്ചമ്മണിയെ കാണിച്ചുകൊണ്ട് അംബികയോട് ചോദിക്കുകയാണ് ദീപക്. എടാ, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, ഒരു ആറ്റം സാധനം തന്നെയാ ഇരിക്കുന്നത്. നമുക്ക് എന്താണെങ്കിലും ഒന്ന് മുട്ടി നോക്കാം, കുറച്ച് ചിരിക്കാനുള്ള വകുപ്പും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ദീപക്കിനെയും കൂട്ടിക്കൊണ്ട് അംബിക കൊച്ചമ്മണിയുടെ അടുത്തേക്ക് പോവുകയാണ്. തുടർന്ന് അംബിക അങ്ങോട്ടേക്ക് ചെന്ന് കൊച്ചമ്മണിയോട് വിശേഷം തിരക്കുമ്പോൾ ദീപകിനെ ചൂണ്ടിക്കൊണ്ട് ഇവൻ ആരാണെന്ന് ചോദിക്കുകയാണ് കൊച്ചമ്മണി. അതെ, ഇവൻ അവനെ നിന്നും വിളിക്കേണ്ട, എന്റെ പേര് ദീപക് എന്നാ, അങ്ങനെയൊക്കെ വിളിച്ചാൽ മതിയെന്ന് ദീപക് പറയുമ്പോൾ ഇവൻ എന്തൊരു മുരടനാണെന്ന് പറയുകയാണ് കൊച്ചമ്മണി. അല്ല, ഇവന്റെ തന്ത എവിടെ, ജീവിച്ചിരിപ്പുണ്ടോ അതോ എവിടെയെങ്കിലും ആണോ എന്നൊക്കെ കൊച്ചമ്മണി ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ അംബികയും ദീപക്കും അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പൂക്കളം വിട്ടുകൊണ്ടിരിക്കുന്ന രാജുവിനെയും അപ്പുവിനെയും ഋതികയുമാണ്. അതേസമയം മറ്റുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുകയാണ്. രാധമ്മയെ കണ്ടയുടൻ തന്നെ സ്നേഹത്തോടെ ഋതിക രാധമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ രുക്മിണി പറയുകയാണ്, വരണ്ടെന്ന് തന്നെയാ കരുതിയത്, പക്ഷേ വർമ്മ സാർ എന്ത് വിചാരിക്കും എന്ന് കരുതി മാത്രമാ ഞങ്ങൾ വന്നത്. അതിനൊന്നും മറുപടി പറയാതെ രാധമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഋതിക രാധമ്മയുടെ കയ്യിൽ പിടിക്കുമ്പോൾ കൈ തട്ടി മാറ്റുകയാണ് രാധമ്മ. ഇത് കാണുന്ന ഋതിക വിഷമത്തോടെ രാധമ്മയെ നോക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകാതെ നിൽക്കുകയാണ് രാജുവും. എന്നാൽ ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന രമ്യയും രുക്മിണിയും ജയനെയും പ്രിയയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.